നമസ്കാരം. തലസ്ഥാന നഗരിയെ ലഹരിമുക്തമാക്കാനുള്ള കർശന നടപടികളുമായി എക്സൈസ് വകുപ്പ് മുന്നോട്ടു പോകുന്നതിനിടയിൽ നഗരമധ്യത്തിൽ വൻ ലഹരിവേട്ട. സംസ്ഥാന എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തണ്ടർ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ വ്യാപക പരിശോധനയിലാണ് 2 യുവാക്കൾ പിടിയിലായത്. തമ്പാനൂർ ജുമാ മസ്ജിദ് റോഡിന് സമീപം വെച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 11.51 ഗ്രാം അതിമാരക മയക്കുമരുന്നായ MDMAയുമായാണ് പ്രതികൾ വലയിലായത്. ഗൗരീശപട്ടം സ്വദേശിയായ അർജുൻ ആർ മനോജ്, വട്ടിയൂർക്കാവ് വേറ്റിക്കോണം സ്വദേശിയായ ആതിഷ് എസ് എന്നിവരെയാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അരുൺ അശോകിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ലഹരിമരുന്ന് കടത്താനായി പ്രതികൾ ഉപയോഗിച്ച KL 01 BR 0990 നമ്പറിലുള്ള റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് വെച്ച് കസ്റ്റഡിയിലെടുത്തു. തമ്പാനൂരും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് വൻതോതിൽ മയക്കുമരുന്ന് കൈമാറ്റവും വിൽപ്പനയും നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം ഈ മേഖലയിൽ ദിവസങ്ങളായി കനത്ത നിരീക്ഷണം നടത്തി വരികയായിരുന്നു. പിടിയിലായ പ്രതികളിൽ അർജുൻ എന്ന യുവാവ് മുൻപും സമാനമായ മയക്കുമരുന്ന് കേസുകൾ ഉൾപ്പെട്ട സ്ഥിരം കുറ്റവാളിയാണെന്ന് എക്സൈസ് അധികൃതർ വ്യക്തമാക്കി. തിരുവനന്തപുരം എക്സൈസ് ഓഫീസിൽ മുൻപ് രജിസ്റ്റർ ചെയ്ത ലഹരിമരുന്ന് കേസിലെ പ്രതിയായ ഇയാൾ കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് കോടതിയിൽ നിന്നും ജാമ്യം നേടി പുറത്തിറങ്ങിയത്. ജാമ്യത്തിലിറങ്ങി ആഴ്ചകൾ തികയുന്നതിന് മുൻപ് തന്നെ ഇയാൾ വീണ്ടും പഴയ ലഹരി മാഫിയ സംഘങ്ങളുമായി ചേർന്ന് തലസ്ഥാനത്ത് യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി മാരക ലഹരി വസ്തുക്കൾ എത്തിക്കുകയായിരുന്നു. പരാതികൾ വ്യാപകമായി ഉയർന്നുവരുന്ന നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെ ഹോട്ട്സ്പോട്ടുകളായി തരംതിരിച്ചാണ് എക്സൈസ് പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത്. ഹൈവേ പെട്രോളിംഗിന്റെ ഭാഗമായി നഗര അതിർത്തികളിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ലഹരിവേട്ട നടന്ന വിവരമറിഞ്ഞ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ശ്രീ സൂരജ് സംഭവസ്ഥലത്ത് നേരിട്ടെത്തി തുടർ നടപടികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ രഞ്ജിത്ത്, കൃഷ്ണകുമാർ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ്മാരായ രാജേഷ് പി രാജൻ, വിശാഖ് എം, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിനോദ് ശംനാഥ്, ആരോമൽ രാജൻ, ശരൺ, വിജീഷ്, ശ്രീരാഗ്, ഗോകുൽ, അഭിജിത്ത്, അക്ഷയ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ആര്യ എന്നിവരടങ്ങിയ വലിയ സംഘമാണ് വിജയകരമായ ലഹരിവേട്ടയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്താണെങ്കിലും ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ആയതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലും ഓപ്പറേഷൻ തണ്ടറിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിയായ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ KSRTC തുടങ്ങിയ ഹോട്ട്സ്പോട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ള നിരീക്ഷണങ്ങളിൽ തമ്പാനൂർ KSRTCക്ക് സമീപത്ത് നിന്നും മോട്ടോർ സൈക്കിളിൽ MDMA കടത്തിയ അർജുൻ, ആദിഷ് എന്ന 2 ചെറുപ്പക്കാരെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് CI അരുൺ അശോകിൻ്റെ നേതൃത്വത്തിലുള്ള സംഘാംഗങ്ങൾ കണ്ടെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. കേസിൻ്റെ അന്വേഷണം തിരുവനന്തപുരം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ M മനോജ് ഏറ്റെടുക്കുന്നതായിരിക്കും. ഇത് ആർക്കു വേണ്ടി കൊണ്ടുവന്നു, ഇവിടെ നിന്നാണ് ഇത് വന്നെത്തുന്നത് എന്നീ വിഷയങ്ങൾ എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള വിശദമായ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ആരെങ്കിലും ഇതിനകത്ത് ഉൾപ്പെടുകയുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കണം.